ഹലോ, ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ട്ടോ. കുറേ നാളായി ലോങ് വീഡിയോയും മുഖം കാണിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് നാളായിട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ വീഡിയോ ആയിട്ട് വന്നൊക്കെയാണ്. ഇന്നത്തെ സംസാര വിഷയം എന്താണെന്ന് വെച്ചാൽ KSEBയുടെ അനാസ്ഥ മൂലം ഒരു 13കാരൻ മരിച്ചു എന്നുള്ളൊരു സംഭവം നമ്മൾ യൂട്യൂബിലും വാർത്താ ചാനലൊക്കെ വന്ന് കണ്ടല്ലോ. അപ്പോൾ എന്താണ് KSEBയുടെ അനാസ്ഥ, അത് അങ്ങനെ ചെയ്യുന്നവർ ഉണ്ടോയെന്നാണ് കേട്ടോ ഇപ്പം എൻ്റെ ഒരു സംശയം. കാരണം ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ഞങ്ങളുടെ ഈ വീടിൻ്റെ ഭാഗം എന്ന് പറയുന്നത് KSEBയുടെ കുണ്ടന്നൂർ സെക്ഷനാണ് കേട്ടോ. തൃശ്ശൂർ ജില്ലയിലെ കുണ്ടന്നൂർ സെക്ഷൻ, വടക്കാഞ്ചേരിക്കടുത്ത്. അപ്പോൾ ആ സെക്ഷനിലെ കാര്യം എൻ്റെ ഒരു അനുഭവമാണ് പറയണത്. ഇനി മറ്റുള്ളവർക്ക് വേറെ അനുഭവങ്ങൾ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ അനുഭവം മാത്രമാണ് ഞാൻ പറയണത്. അപ്പോൾ ഇവിടെ അടുത്തൊരു റോഡ്, പഞ്ചായത്ത് റോഡില്ലേ, പഞ്ചായത്ത് വഴികൾ കോൺക്രീറ്റ് ചെയ്യുന്ന ഒരു പണി നടന്നിരുന്നു. അപ്പോൾ ആ പണി നടക്കുന്ന സമയത്ത് ഒരു വളവിൽ ഒരു പോസ്റ്റ് നിന്നിരുന്നു. അപ്പോൾ ആ പണി അവിടെ നടക്കുമ്പോൾ ആ പരിസരവാസികൾ ആ പണി നടക്കുന്നത് അവർ നിർത്തി വെപ്പിച്ചിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കി. ആ പോസ്റ്റ് അവിടെ വെച്ചുകൊണ്ട് പിന്നെ വഴി കോൺക്രീറ്റ് ചെയ്യുക, റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ അവർ സമ്മതിക്കുന്നുണ്ടായില്ല. അപ്പോൾ അവരുടെ എന്താ പറയുക, വലിയ വണ്ടികൾ വന്ന് തിരിയുമ്പോൾ ഈ പോസ്റ്റ് തടസ്സം വരും എന്നുള്ളതായിരുന്നു അവരുടെ ഒരു സംസാരം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പറയണ കേട്ടതാണ്. ഞാൻ ആ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല, അവിടെ അടുത്ത് തന്നെ ഉണ്ടായിട്ടുള്ളത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അന്നത്തെ മെമ്പറിൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായതാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയതാണ്. അപ്പോൾ വലിയ വണ്ടി വന്ന് തിരിയുമ്പോൾ വല്ല ടിപ്പർ ലോറി എന്തെങ്കിലും നമ്മൾ വീട് പണിയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുവരണമല്ലോ. അപ്പോൾ അങ്ങനെ വന്ന് ആ വണ്ടി തിരിയുമ്പോൾ ഈ പോസ്റ്റ് അവിടെ ഒരു തടസ്സമാണെന്ന് ജനങ്ങൾ പറഞ്ഞപ്പോൾ ആ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ KSEB വന്ന് ആ പോസ്റ്റ് മാറ്റി കൊടുത്തു എന്നുള്ളതാണ്. KSEB നാളെ വന്നിട്ട് ആ പണിക്കാർ വന്നിട്ട് ആ പോസ്റ്റ് അവിടെ നിന്ന് മാറ്റി കൊടുത്ത ആ ഒരു നിമിഷത്തിൽ തന്നെ എന്നിട്ടാണ് ആ റോഡ് പണിതത് എന്നാണ് ഞാൻ അറിഞ്ഞത്. അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു അനുഭവം ഇപ്പം എനിക്കുണ്ടായി. ഇവിടെ ഒരു ഉള്ളേരിയാണ്, എൻ്റെ വീട്ടിലേക്കുള്ളത് ഒരു ഉള്ളേരിയാണ്. അപ്പോൾ ഈ ഒരു വഴി അവിടെ ഉള്ളൂ. അപ്പോൾ അതിലേക്കായിട്ട് ഞാനാണ് ഇവിടെ ഫസ്റ്റ് വന്ന ആൾ. ഫസ്റ്റ് ഈ ഉള്ളേരിയയിൽ വീട് വെച്ചത് ഞാനാണ്. അതുകൊണ്ട് തന്നെ എനിക്കാണ് ഇവിടെ ഫസ്റ്റ് കറണ്ട് വന്നത്. അപ്പോൾ ഞാൻ 3 കാലം അന്ന് CD അടച്ചിട്ട് പാസ്സായി കിട്ടാന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്ന കാലത്താണ് കേട്ടോ. അപ്പോൾ 22 വർഷം മുന്നേ. അപ്പോൾ അന്ന് അങ്ങനെയൊക്കെ ഒരു 3 പോസ്റ്റ് കിട്ടിയിട്ടാണ് ഞാൻ കറണ്ട് എടുത്തുണ്ടായി. അപ്പോൾ അതിന് ശേഷം 2-3 വീട്ടുകാരൊക്കെ വന്നപ്പോൾ അവരുടെ സൗകര്യത്തിനൊക്കെ ആയിട്ട് ഒരു 2 പോസ്റ്റ് വേറെയും വന്നു. അങ്ങനെ ഇപ്പോൾ മൊത്തം ഒരു 4-5 പോസ്റ്റ് ഉണ്ട് ഈ വഴിക്കായിട്ട്. ആ 5 പോസ്റ്റിക്ക് മറ്റേ റോട്ടിലൊക്കെ സീറ്റ് ലൈറ്റ് ഇട്ട് ഇവിടെ കിട്ടുന്നുണ്ടായില്ല. അപ്പം ഞങ്ങളിങ്ങനെ ഒരു അപേക്ഷ കൊടുത്ത് ഞങ്ങൾക്കും വേണം, ആ സീറ്റ് ലൈറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ പിന്നീട് പഞ്ചായത്ത് അത് ഇട്ടെന്ന്. KSEBക്കാരന്നെ ആ പഞ്ചായത്താണല്ലോ അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അവരത് ഞങ്ങൾക്ക് ഇട്ടെന്ന്. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു ആഴ്ചയിൽ സീറ്റ് ലൈറ്റ് ഒരു ദിവസം നോക്കുമ്പോൾ അപ്പോൾ എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് തന്നെ മുറ്റത്ത് തന്നെയാണ് ഒരു പോസ്റ്റ് നിൽക്കുന്നത്. എൻ്റെ വീടിൻ്റെ മുറ്റത്ത് തന്നെ പോസ്റ്റ് നിൽക്കണം. അപ്പോൾ ആ പോസ്റ്റും ഒരു ലൈറ്റ് ഉണ്ട്, ആ കത്തിയാൽ എനിക്ക് എൻ്റെ വീട്ടിൽ മുറ്റത്തും എൻ്റെ വീടിൻ്റെ ഉമ്മർത്തും എനിക്ക് ലൈറ്റ് കത്തിക്കണ്ട, അതവിടെ കത്തുന്നുണ്ടെങ്കിൽ എനിക്ക് കത്തിക്കണ്ട. അപ്പോൾ പിന്നെ ആ വഴി എൻ്റെ വീടിൻ്റെ അടുത്ത് കൂടെ ഒരു വഴി നടവഴി ഇങ്ങനെ പോകുന്നുണ്ട്. അതിൽ കൂടെ എപ്പോഴും ആൾക്കാർ പോണതും സ്കൂട്ടി പോണതും ഒക്കെയാണ്. രാത്രി കുട്ടികൾ അപ്പുറത്തൊരു ഗ്രൗണ്ട് ഉണ്ട്, അവിടെ പന്തൊക്കെ കളിച്ചിട്ട് കുട്ടികൾ അങ്ങനെ രാത്രി ആയാലത്തേക്ക് പോവണതാണ്. അപ്പോൾ അവിടെ ഒരു വെളിച്ചം വേണം. ഇനിയിപ്പോൾ സീറ്റ് ലൈറ്റ് കത്തുന്നില്ലെങ്കിൽ ഞാൻ ലൈറ്റ് ഇടണം. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ലൈറ്റ് കത്തുന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ഇത് പോയി, ഞാൻ ഇന്നലെ കത്തി കണ്ടില്ലല്ലോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ ചില ദിവസങ്ങൾ 5 മണിക്ക് കത്തും. 5 മണിക്ക് കത്തിയിട്ട് പിന്നെ ഒരു 7 മണി ആയാണ്ട് ഓഫാവും. എന്നിട്ട് പിന്നെ ഒരു 9:30-10 മണിക്ക് പിന്നെ കത്തും, നേരം വെളുക്കോളം കത്തും. അപ്പോൾ അങ്ങനത്തെ ദിവസങ്ങളുണ്ട്. അപ്പം അപ്പം ഇന്ന് ഒരു ദിവസം കത്തുന്നില്ല എന്ന് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് തലേദിവസം കത്തിയിരുന്നില്ലല്ലോ എന്ന് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ തോന്നി, ഇന്നലെയും കത്തിയിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, KSEBക്കാരെ അപ്പം തന്നെ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങൾ ഈ 4 പോസ്റ്റ്. അപ്പോൾ ഞാൻ തൊട്ടപ്പുറത്ത് ഒരു വേറെ ലൈൻ ഉണ്ട്, അവിടെ നോക്കുമ്പോൾ അവിടെ കത്തുന്നുണ്ട്, ഇവിടെ കത്തുന്നില്ല. അപ്പോൾ ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു.
ഇങ്ങനെ സീറ്റ് ലൈറ്റ് ഈ ഭാഗത്ത് കത്തുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു അത് എവിടെ നിന്നുള്ള എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, തൊട്ടപ്പുറത്ത് കത്തുന്നുണ്ട്, ഇവിടെ കത്തുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും രാത്രിയല്ലേ, നാളെ വന്ന് ഞങ്ങൾ നോക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നിട്ട് അത് ഞാനിങ്ങനെ എൻ്റെ ഫോൺ നമ്പറൊക്കെ കൊടുത്ത് എൻ്റെ കൺഫേം നമ്പർ പറഞ്ഞു കൊടുത്ത് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് എൻ്റെ പേരും പറഞ്ഞു കൊടുത്ത് അവരവിടെ എഴുതി വെച്ച് ഞങ്ങൾ നാളെ വന്ന് നോക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവർക്ക് വിളിച്ചതിന് ശേഷം ഞാൻ ഈ ഉള്ളേരിയെന്ന് കടന്ന് റോട്ടിലേക്ക് ഞാൻ പോയപ്പോൾ അവിടുത്തെ വീട്ടിൽ പോയി അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞതിനോട് ഇവിടെ ഒരാഴ്ചയായിട്ട് ഈ റോട്ടിലൊന്നും കത്തുന്നില്ല എന്ന് പറഞ്ഞു. ഒരാഴ്ചയായിട്ട് അവിടെ ഒന്നും കത്തില്ല. അപ്പോൾ ഒരാഴ്ചയായിട്ട് ഇവിടെയും കത്തുന്നില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ മക്കളും പേരക്കുട്ടികളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇവിടെ ലൈറ്റൊക്കെ ഞാൻ മരത്തൊക്കെ ലൈറ്റ് കത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ അത് കാണാതിരുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ അപ്പുറത്തും പുറത്തൊക്കെ അത്യാവശ്യം ചില പറമ്പുകളൊക്കെ ഇങ്ങനെ എൻ്റെ ഉയരത്തിൽ പുല്ലും മൊന്തയും പിടിച്ചിട്ട് ആകെ എടുക്കും. വല്ല പാമ്പുകളുണ്ടാവും, നമുക്ക് ഒരു വഴിയുള്ളൂ നടക്കാൻ. അതിൻ്റെ ഇടയിൽ ഇപ്പുറത്ത് പാമ്പ് ഇരിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വല്ല പന്നികൾ ഇരിക്കുന്നുണ്ടെങ്കിലോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ വൈകുന്നേരം ഇവിടെ പൂരപ്പറമ്പ് പോലെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടിയിട്ട്, അപ്പോൾ നമുക്ക് ലൈറ്റ് ഇല്ലാണ്ട് എന്തായാലും പറ്റില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോൾ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരാഴ്ചയായിട്ട് അവിടെ നിന്ന് ഒരു കിലോമീറ്റർ ദൂരം അങ്ങനെ ലൈറ്റ് കത്തിയിട്ടില്ല, റോട്ടിൽ തന്നെ കത്തിയിട്ടില്ല. പിന്നെ ഉള്ളിലേത്തെ കാര്യം പറയണം, റോട്ടിൽ തന്നെ കത്തിയിട്ടില്ല എന്ന് പറഞ്ഞവർ. അപ്പോൾ ആ വിവരം കൂടി ഞാൻ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു ആഴ്ചയായിട്ട് അവിടെ ഒന്നും കത്തിയിട്ടില്ല അത്രയെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പിറ്റന്നാൾ അവർ വന്ന് 10 മണിയാകുമ്പോഴേക്കും അവരെത്തി. ഇവിടെ എത്തി എന്നെ വിളിച്ച് എന്താണ് സംഭവം, ഈ സ്ഥലം എവിടെയാണ് എന്നൊക്കെ ചോദിച്ചറിഞ്ഞ് അവരതൊക്കെ റെഡിയാക്കി കത്തിച്ച് തന്നിട്ട് നിങ്ങൾ വിളിക്കുമ്പോൾ അപ്പോൾ അവർ അപ്പോൾ ഇവിടെ ഈ ഗ്രാമത്തിൽ ആദ്യം ഒരു ട്രാൻസ്ഫോമർ ഉള്ളത് ഇപ്പോൾ 2 ആക്കിയിട്ടുണ്ട്. അതെനിക്കറിയില്ല, 2 ആക്കിയിട്ടുള്ളത് എനിക്കറിയില്ല. അപ്പോൾ എന്നോട് ചോദിച്ചാൽ പുതിയതിലാണോ പഴയതിലാണോ എന്ന് അറിയുമോയെന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ ചില ഭാഗത്തൊക്കെ ഫീസ് ആരെങ്കിലും എടുത്തൊരു കാലത്ത് കൊടുക്കുകയാണ്, എന്നിട്ട് ആ ആൾക്കാർ അത് ഓണാക്കും ഓഫാക്കും ചെയ്യുമായിരുന്നു. ആദ്യമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ്. ഇപ്പം അത് ഓട്ടോമാറ്റിക് ആക്കിയിട്ടുണ്ട് അവർ, അങ്ങനെ ആക്കിയിട്ടുണ്ടെന്നാണ് എന്നിട്ടൊക്കെ തോന്നുന്നത്. അപ്പം ഞാൻ അപ്പോൾ അവർ പറഞ്ഞ് ഫീസ് കുത്തുന്ന ആൾക്കാരോട് പറയുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അല്ലല്ലോ ഇപ്പോൾ ഓട്ടോമാറ്റിക് അല്ലേ എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ശരി, അപ്പം ഞങ്ങൾ നാളെ വന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് വന്ന് നോക്കി അത്. എന്നിട്ട് എന്നോട് പറഞ്ഞ് ഇനി കത്താതായാൽ പുതിയ ട്രാൻസ്ഫോമറിന് ആക്കിയിട്ടുണ്ട് ആ കണക്ഷന്, അപ്പോൾ പറയുമ്പോൾ ഇനി അങ്ങനെ പറയണം കേട്ടോ എന്നും പറഞ്ഞിട്ട് അവർ പോയി. അപ്പോൾ അവർ അത്ര ഉത്തരവാദിത്തത്തിലാണ് ആ ജോലി അവിടെ ചെയ്തത്. ഞാൻ എൻ്റെ അനുഭവം മാത്രമായിട്ട് പറയുന്നത്, മറ്റുള്ളവർക്ക് ഇനി വേറെ ഒക്കെ അനുഭവങ്ങളുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ സ്കൂളിൻ്റെ മേലക്കൂടെ പിന്നെ ഇത്രയും ഇരുമ്പിൻ്റെ ഷീറ്റാണ്. എങ്ങാനും ഒരു കാറ്റും മഴയും വന്ന് എന്തെങ്കിലും വീട് കഴിഞ്ഞാലും ഈ കമ്പി പൊട്ടിയിട്ട് ഈ ഷീറ്റുമ്മേൽക്കാണ് വീഴുക. അത് ഏതൊരാൾക്കാർക്കും കണ്ടാൽ തന്നെ മനസ്സിലാവും. ആ സ്കൂളിൻ്റെ ആൾക്കാർ ഒരു അപേക്ഷ പരാതി അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരത് ചെയ്യൂലേ, അത് മാറ്റി കൊടുക്കൂലേ. അല്ലെങ്കിൽ അവർ പിന്നെ ഈ ഷീറ്റ് മേയുമ്പോൾ മേയണോരാലോചിക്കണ്ടേ. ഞാൻ പറയണത് എങ്ങനെ ആ ഷീറ്റ് ഈ ഷീറ്റിൻ്റെ മേലെ കയറി ഇരുന്നിട്ടല്ല ആ ഷീറ്റ് മേയാൻ പറ്റുള്ളൂ. ഒരു ജോലിക്കാരൻ അതിൻ്റെ മേലെ ഇരുന്ന് പണിയാണ്ട് ഇപ്പോൾ അവിടെ മേയാൻ പറ്റൂലല്ലോ. താഴത്ത് നിന്നിട്ട് മേയാൻ പറ്റുമോ? ഷീറ്റ് മേലെ നിന്നിട്ടല്ല മേയണതും അതിൻ്റെ സ്കൂളുകളൊക്കെ മുറുക്കണതൊക്കെ ചെയ്യും. അപ്പോൾ അവരത് എങ്ങനെ ചെയ്തിട്ടുണ്ടാവും ഈ കമ്പിമ തട്ടാതെ? അപ്പം തന്നെ അത് പണിയെടുക്കണമെന്നെങ്കിലും മനസ്സിലാവില്ലേ, അവൻ്റെ ജീവനെങ്കിലും അവനൊരു പേടി ഉണ്ടായ. ഇത് ഇത്രയും താഴത്താണ് കമ്പി നിൽക്കണത്, ഇതിൻ്റെ മുകളിൽ ഞങ്ങൾ ജീവനുള്ള ആൾക്കാരല്ലേ പണിയെടുക്കണം, നമുക്ക് അവിടെ പണിയെടുക്കാൻ പറ്റൂല എന്നെങ്കിലും ഒരു വാക്ക് പറയണമെന്ന് വെച്ചെങ്കിൽ ഈ പണ്ട് ഏതൊരു സിനിമയിലും ഇപ്പോൾ സോമൻ പറയുന്ന പോലെ ഒന്ന് ഓർമ്മപ്പെടുത്തിയിരുന്നെങ്കിൽ ഞങ്ങൾ ഉണർന്നേനെന്ന് പറഞ്ഞു. ഈ പണിക്കാരൊന്ന് ഓർമ്മപ്പെടുത്തുകയാണെങ്കിൽ അതൊന്നും ഇതായിരുന്നില്ലേ, ആ കുട്ടിയുടെ ജീവൻ പോകുമായിരുന്നോ? അതാണ് KSEB അത്ര അനാസ്ഥ കാണിക്കണ ആൾക്കാരല്ല ഇപ്പോൾ. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നിരിക്കും, ഇപ്പോൾ അങ്ങനെ ഒരു അനാസ്ഥ കാണിക്കണ ആൾക്കാരല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പം അതാണ് ഞാൻ ഇപ്പം ഇന്ന് പറയണത്. അപ്പം അതാണ് ഇന്നത്തെ എൻ്റെ ഗുഡ് മോർണിംഗ് വീഡിയോയിലെ വിശേഷം കേട്ടോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. ഓക്കെ, ബൈ.